ഞാൻ രക്ഷിക്കാൻ വന്നതാ. രക്ഷിക്കാൻ വന്നോ? കള്ള കഴിവ്. എന്താ പ്രശ്നം? അയ്യോ എന്റെ സാറന്മാരെ, കുറെ തെമ്മാടികളിരുന്ന് എന്റെ മോളെ കുഞ്ഞത്തിനെ രക്ഷിച്ചത്. ഞാൻ സാർ ഞാൻ നടക്കടാ. സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കും. അങ്ങോട്ട് നടക്കടാ. എന്റെ പൊന്നു മോനെ, നീ ഒരു വലിയ ഉപകാരാടാ ചെയ്തത്. ഇതൊക്കെയല്ലേ ചേട്ടാ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവിടാം, കാറുണ്ട്. എന്നാലും ദൈവത്തിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പോക്കർത്തരം ഉണ്ടായല്ലോ എന്റെ തമ്പുരാനെ. ആകാശത്തിന് തീനാളം ഇറക്കുമെന്ന് പറയുന്ന കാലം വരാറായോ? ഇതിന്റെ ഒരു മുടിഞ്ഞ വേദോപദേശം. മോളെ സൂസി, നീ എന്ന് ഇച്ചിരി കാപ്പി അനത്തിയേ. ശരി മോളിക്കുട്ടി. എന്നാ മച്ചി? നീ ആ ചായപ്പിന്റെ താക്കോൽ ഇങ്ങോട്ട് എടുത്തോ. ചേച്ചി, ആ ചായപ്പിന്റെ താക്കോൽ എവിടെ? ഈ അമ്മച്ചിക്ക് ഇത് എന്നാ സുഖേടാ. അമ്മാച്ചന്മാര് വന്നിട്ട് പോലും തുറന്നു കൊടുക്കാത്ത ചായ്പ ഒരു അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ ഗജബോക്രിയാണോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോണേ? കുഞ്ഞച്ച, എന്റെ മൂത്ത മോളെ കെട്ടിച്ച് മണവാളിനും മണവാട്ടിക്കും കൂടി താമസിക്കാനാ ഈ ചായ്പ്. നിന്നെയാ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കയറ്റുന്നത്. അതിനെന്നാ, എന്നെ കണി കണ്ട ബഹുവിശേഷമാന്നാ പറയുന്നേ. എന്നാലും വേണ്ട ചേട്ടാ, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ. അതിൽ എന്നെ പോലൊരു ഗജപോക്കിനെ കയറ്റിയ ശരിയാവത്തില്ല. ഒരു കുഴപ്പമില്ല. കുഞ്ഞച്ചനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ. വാ. ഒരു ദൈവദൂതൻ. എന്തായാലും ഇത് വലിയൊരു അക്രമമായി പോയി. ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ. അവന്റെ വാരിയിൽ ഞാൻ എടുത്തോണ്ട് തരാം പോരെ. അവനൊക്കെ ഇതിന്റെ മൂർച്ച എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന്റെ ആവശ്യം വരികയല്ല, വിരണ്ടു പോയല്ലേ. ദൈവം സഹായിച്ച് തല്ലുകൊണ്ടവരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. കേട്ടോ മതി, എന്റെ ആദ്യത്തെ ഇടി കൊണ്ടവനുണ്ടല്ലോ, അവന്റെ പേര് പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചു പാപ്പി. അവനൊരു 6 മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും. അത് പിന്നെ അമ്മാതിരിയുള്ള ഇടിയല്ലായിരുന്നോ? ചേച്ചി, കാപ്പിയായോ? നീ അയാളുടെ അടുത്തെങ്കിലും പോയി നിൽക്കരുത്. നിന്നാലെന്താ, അയാൾ പിടിച്ച് തിന്നളയോ? നീ പ്രായമാവുമ്പോ ആ മരം കയറി മറിയാമ്മയെ പോലെ ആവുന്ന ലക്ഷണമാ. നാ കൂപ്പി. ഇതുവരെ നീ എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഞാനൊരു അനാഥനും പോക്കിരി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് കയറിയാലും ഞാൻ എന്നാ ചെയ്യാനാ? എന്നാലും ഒരു പെണ്ണൊക്കെ വേണ്ടേ? ഓ, 2-3 പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പുറത്തതാ, ഒന്നും ഗുണമില്ല. കുറെ എണ്ണ എന്നെ ഇട്ടേച്ചും പോയി, ബാക്കിയുള്ളതിനെ ഇട്ടേച്ചും ഞാൻ ഉഞ്ഞു പോകുന്നു. നിന്നെ മഹറോൻ ചെല്ലേണ്ട ജാതിയാണല്ലോടാ. അതിന് മഹറോൻ ചെല്ലാൻ ഞാൻ പള്ളി കയറിയിട്ടുണ്ട്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ? നീ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല, കോൺഗ്രസും അല്ല. കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെ കുഞ്ഞച്ചന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഇനിയും വരാം. നീ ഇപ്പൊ എവിടാ താമസിക്കുന്നേ? താമസിക്കാനൊന്നും ആയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ അവിടെ തരാമെന്ന് പറഞ്ഞതാ. ഇനിയിപ്പോ ഈ അവിടെ ബഹളമൊക്കെ ആയ സ്ഥിതിക്ക് വേറെ എവിടെയെങ്കിലും നോക്കണം.
ഓ ഞാൻ വരട്ടെ അമ്മച്ചി. ആ എന്നാ ചെല്ല്. ദേ കേട്ടോ, എനിക്കൊരു ബുദ്ധി. പെൺബുദ്ധി പിൻബുദ്ധി എന്നാ പറയുന്നത്. ദേ എനിക്ക് ഈ വർത്താനം പിടിക്കത്തില്ല കേട്ടോ. ഇപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ബഹളം ഉണ്ടാക്കി. ഇതുകൊണ്ട് ഇത് തീർന്നെന്ന് വിചാരിക്കാവോ? ഇല്ല. ഈ ചായപ്പ് ഏതായാലും വെറുതെ കിടക്കില്ലേ. മോളിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നിടം വരെ ഇവനെ കെട്ടി താമസിപ്പിച്ചാലോ? എടി ആൾക്കാര് കെട്ടിക്കാറായ രണ്ട് അതേ പെൺപിള്ളേ. എന്റെ പിള്ളാരാ, അവര് പിഴക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചാ മതി. അവൻ അവിടെ കിടന്നേച്ചു എഴുന്നേറ്റ് പോന്നെ പൊയ്ക്കോട്ടെ. ആ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കണ്ട, ഞാൻ ആലോചിച്ചു. ഏ ആ കുഞ്ഞച്ചൻ ചേട്ടൻ. ആ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കണാവേ. മോളിക്കുട്ടിയെ, അമ്മച്ചിയൊക്കെ അങ്ങോട്ട് വന്നല്ലോ. ഞാനതിന് അമ്മച്ചിയെ കാണാൻ വന്നതല്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സത്യത്തില് പെരുന്നാളിന്റെ അന്ന് തുടങ്ങി, അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്ന് തുടങ്ങി മോളിക്കുട്ടി ശ്രദ്ധിക്കുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പെണ്ണ്, പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്നാ. നിനക്ക് വേണ്ടിയാ ഞാൻ ആ പള്ളിയിൽ അടിപിടി ഉണ്ടാക്കിയത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇവിടെ താമസിക്കുന്നേ. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്റെ അപ്പച്ചനോടോ. വെട്ടുകത്തി എന്ത് ചെയ്യടി? മോളിക്കുട്ടിയെ ഇത്തിരി തീ വേണം വീടിക്ക്. മോളിക്കുട്ടി ഇത്തിരി തീ എടുത്തു കൊടുക്കടി. ഞാൻ ആ വെട്ടുകത്തി എവിടെ വെച്ചു? എന്നതടി വെച്ചത്? യോ.